ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ വളരെ യൂസ്ഫുള്ളായ ഒരു അപ്ഡേറ്റ് ആണത്. ആ ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. യൂസ്ഫുള്ളായ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വാട്സപ്പിലെ ഫീച്ചറുകളെ കുറിച്ച് ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഹോം പേജിൽ ഏറ്റവും താഴെ ഈ കാണുന്ന ചാറ്റ് ബട്ടണിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാവരുടെയും വാട്സപ്പ് നമ്പറുകൾ ഇവിടെ കാണാം. അതിൽ ഏറ്റവും മുകളിലായി തന്നെ നമ്മുടെ നമ്പർ തന്നെ നമുക്ക് കാണാം. അതിലൊന്ന് ഞാൻ പ്രസ് ചെയ്യുകയാണ്. അപ്പൊ എൻ്റെ നമ്പർ തന്നെ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി എനിക്ക് എൻ്റെ നമ്പറിലേക്ക് എനിക്ക് തന്നെ മെസ്സേജുകൾ സെൻഡ് ചെയ്യാം. കേൾക്കുമ്പോൾ മണ്ടത്തരമാണെന്ന് തോന്നും. കാരണം നമ്മുടെ നമ്പറിലേക്ക് നമ്മൾ തന്നെ മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നതെന്ന് പലർക്കും തോന്നാം. എന്നാൽ വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണിത്. കാരണം നമ്മുടെ നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് വഴിയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അടുത്തൊന്നും വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴേ പുതിയ ഫീച്ചറുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പൊ ഇത് എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊക്കെ നേരത്തെ ലഭിച്ചു, പക്ഷേ അധിക പേർക്കും ഇപ്പോഴാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനി ലഭിച്ചിട്ടില്ലെങ്കിൽ വൈകാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ നമ്പറിലേക്ക് ഞാനൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കാണിക്കാം. നമ്മൾ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിതിൽ ആ കാര്യങ്ങൾ സെൻഡ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കാണാം. വഴുതനങ്ങ, ഉള്ളി, തക്കാളി, പച്ചമുളക്, പാല്, കുട, ഐസ്ക്രീം, ബുക്ക്, ചെരുപ്പ്, ATM കാശ് എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ടൗണിൽ പോയതിനു ശേഷം ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോകാനുള്ളിടത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ടൗണിലേക്ക് പോകേണ്ടതായി വരും, അല്ലേ? അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്പറിലേക്ക് തന്നെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ടൗണിൽ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ നമ്പർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നടത്തേണ്ടത് അതൊക്കെ നമുക്ക് തന്നെ ഓർമ്മയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഇങ്ങനെ ടൈപ്പ് ചെയ്തിടുന്നില്ലെങ്കിലും വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ടാലും മതിയാവും. അപ്പൊ ടൗണിൽ നിന്ന് നമ്മൾ അതൊന്ന് പ്ലേ ചെയ്ത് ചെവിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊരു നിശ്ചിത സമയത്ത് ആർക്കെങ്കിലും ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനുണ്ടെന്ന് ഇരിക്കട്ടെ. അതായത് ഇപ്പൊ സെൻഡ് ചെയ്യാനല്ല, നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ നമുക്ക് സെൻഡ് ചെയ്യാനുണ്ടെന്ന് ഇരിക്കട്ടെ. പക്ഷെ ആ സമയത്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലോ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ആരാധനാലയത്തിലോ അങ്ങനെ എന്തെങ്കിലും ജോലിയിലോ ഒക്കെ ആണെങ്കിൽ, വലിയ മെസ്സേജൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ ആ മെസ്സേജ് നമ്മുടെ നമ്പറിലേക്ക് തന്നെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ മെസ്സേജിനെ നമുക്ക് പിന്നീട് സെലക്ട് ചെയ്തിട്ട് ആ ടൈം ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്കോ സെൻഡ് ചെയ്യാമല്ലോ. അതായത് ഇവിടെ ഒരു മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതിവിടെ സെൻഡ് ചെയ്യുകയാണ്. ഇതൊരു ബർത്ത്ഡേ വിഷസ് ആണ്. അപ്പൊ ഇത് നമുക്ക് പാതിരാത്രിക്കൊക്കെ ചിലവർ ബർത്ത്ഡേ വിഷസ് ഒക്കെ സെൻഡ് ചെയ്യുമല്ലോ. അങ്ങനെ വരുമ്പോൾ ആ കൃത്യ ടൈമിന് സെൻഡ് ചെയ്യാൻ നമുക്കിത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പൊ ഇതൊരു ചെറിയ മെസ്സേജ് ആണ്, ചിലപ്പോൾ വലിയ മെസ്സേജൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ നമ്പർ അതിനായിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് വോയിസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളും ഇതിൽ റെക്കോർഡ് ചെയ്ത ശേഷം സെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമുക്ക് അത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാനാവും. വോയിസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമുക്ക് ആർക്കെങ്കിലും ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് തന്നെ അതൊന്ന് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. കേട്ടതിന് ശേഷം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത ശേഷം അത് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് നമ്മൾ ഫോർവേഡ് ചെയ്താൽ മതിയാവും.
ഇപ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ട ആളുടെ നമ്പർ തന്നെ ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്ത ശേഷം തെറ്റാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ഫോർ എവരി വൺ ഉപയോഗിച്ച് അത് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മെസ്സേജ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ പോസ് ചെയ്തതിന് ശേഷം നമുക്കത് കേട്ടിട്ട് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതുപോലത്തെ മറ്റൊരു മാർഗം ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് വോയിസ് റെക്കോർഡ് തെറ്റില്ലാതെ സെൻഡ് ചെയ്യാം. ഇനി അടുത്തൊരു പ്രയോജനം ഞാൻ പറയാം. നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ഒരു ഡയറി ആയിട്ട് ഉപയോഗിക്കാനാവും. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കാണിക്കാം. ഞാനിതിപ്പോൾ സെൻഡ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, കാനറ ബാങ്കിൽ നിന്ന് 12,000 രൂപ പിൻവലിച്ചു, റഷീദിന് 5,000 രൂപ കൊടുത്തു, ഇനി ബാങ്കിൽ 7,000 രൂപ ബാലൻസ് മാത്രം. അടുത്തത് വാട്ടർ ബില്ല് 1,242 രൂപ ഇന്ന് വന്നിട്ടുണ്ട്, ഫൈൻ ഇല്ലാതെ അടയ്ക്കേണ്ട അവസാന തീയതി അതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ രാജേഷിന്റെ വിവാഹക്ഷണ പത്രിക ഇന്ന് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഡേറ്റും മുഹൂർത്തവും ഒക്കെ ഞാൻ അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഡയറി ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മറക്കാതെ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ഉപയോഗം ഞാൻ പറയാം. നമുക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള മീഡിയകളിലുള്ള ലിങ്കുകൾ നമുക്കിതിൽ ഷെയർ ചെയ്തിടാം. ഇപ്പോൾ വീഡിയോകളുടെയും മറ്റ് ഏതൊരു കാര്യത്തിൻ്റെ ആയാലും ലിങ്കുകൾ നമ്മൾ ഇതിലേക്ക് ഷെയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഓപ്പൺ ചെയ്ത് ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് യൂട്യൂബിലാകട്ടെ ഫേസ്ബുക്കിലാകട്ടെ ഏതിലും പെട്ടെന്ന് ഓപ്പൺ ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ മീഡിയകൾ ഓപ്പൺ ചെയ്ത് അതൊക്കെ വീണ്ടും സെർച്ച് ചെയ്ത് കാണേണ്ടതായിട്ട് വരുമല്ലോ. ഇനി മറ്റൊരു ഉപയോഗം കൂടി പറയാം. നമുക്ക് മറ്റുള്ളവരുടെ വാട്സപ്പ് നമ്പറുകളിൽ നമുക്ക് വന്നിട്ടുള്ള മെസ്സേജുകളെ നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് വെക്കാം. അതായത് എല്ലാ മെസ്സേജുകളല്ല ഉദ്ദേശിച്ചത്, വളരെ പ്രധാനപ്പെട്ട മെസ്സേജുകളൊക്കെ നമുക്ക് നമ്മുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് വെക്കാം. കാരണം ആ പ്രധാനപ്പെട്ട മെസ്സേജുകൾ ഏത് വ്യക്തിയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത് എന്ന് ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മറ്റൊരു ഗുണം കൂടി അതുകൊണ്ടുണ്ട്. പ്രധാനപ്പെട്ട മെസ്സേജുകളൊക്കെ നമ്മുടെ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വാട്സപ്പ് നമ്പറുകളൊക്കെ ഓപ്പൺ ചെയ്ത് അതിലെ ആവശ്യമില്ലാത്ത മെസ്സേജുകളൊക്കെ മൊത്തത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും അതുപോലെ ഹാങ്ങിങ് പ്രശ്നമൊക്കെ ഒഴിവാക്കാനും അതിലൂടെ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ നമ്പറിൽ തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഒരു സാധ്യത വരുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെയുള്ള പ്രയോജനപ്രദങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.